വൈക്കം നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് കാർഷിക വികസന സമിതി അംഗം പി സോമൻ പിള്ളയ്ക്ക് കിഴങ്ങുവർഗ ഇനങ്ങൾ കൈമാറിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. വൈക്കം നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയിൽ 27 ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന ഉദ്ദേശത്തോടുകൂടി 27 ലക്ഷം രൂപയാണ് നമ്മൾ കൃഷിക്ക് ഈ വർഷം പദ്ധതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. തിരുവനയും അതുപോലെ കിഴങ്ങ് നടീൽ വസ്തുക്കളുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറിയും അതുകൂടാതെ നമുക്ക് ആവശ്യമായ സുലഭമായ പച്ചക്കറിയും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം എന്ന് ഓരോ വീട്ടിലും വൈക്കം നഗരസഭയിലെ മുഴുവൻ വീടുകളിലും എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഏറ്റവും വിജയകരമായി തീരട്ടെ എന്നും ഇനിയും നമ്മുടെ ആൾക്കാരെ കൃഷിയിലേക്ക് മടങ്ങി വരാൻ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കാർഷിക വികസന സമിതി അംഗം പി സോമൻ പിള്ളയ്ക്ക് കിഴങ്ങുവർഗ ഇനങ്ങൾ കൈമാറിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ പി.ടി. സുഭാഷിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സജീവൻ പദ്ധതി വിശദീകരിച്ചു. നമ്മുടെ പണം കുറവാണെങ്കിൽ പോലും വാർഷിക പദ്ധതിയിൽ 27 ലക്ഷം രൂപയോളം നമ്മൾ മുതൽ മുടക്കിയാണ് കൃഷി ആവിഷ്കരണത്തിലുള്ള ഓരോ പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നഗരത്തിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിനപ്പുറം നമുക്ക് ചെറിയ സെൻറ്റ് സ്ഥലമുള്ള ആളുകളെ കൂടി കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം പദ്ധതികളെ നാം പൂർണ്ണമായ രീതിയിൽ ചെറിയ ടെറസിൻ്റെ മേലുകളിലൊക്കെ ആയിക്കൊണ്ട് ആളുകൾക്ക് കൃഷിയിൽ വലിയ സംഭാവനകൾ ചെയ്യുവാൻ സാധിക്കും എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നഗരസഭ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചട്ടികളിലും ഗ്രോ ബാഗിലും നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് ഒരാഴ്ചയിലധികം ജലസേചനം ഉറപ്പാക്കുന്ന നൂതന രീതിയായ തിരിനന, തെങ്ങിന് വളം, അടുക്കളത്തോട്ടമൊരുക്കൽ, വളം നിറച്ച HDPE ചട്ടികൾ എന്നിവയാണ് ഇത്തവണ പദ്ധതിയിലുള്ളത്. തിരിനനയുടെ ഉപയോഗക്രമം യോഗത്തിൽ കൃഷിവകുപ്പ് അധികൃതർ വിശദീകരിച്ചു നൽകി. നനച്ചില്ലെങ്കിൽ പോലും നമുക്ക് ജലസേചനത്തിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അടുക്കളത്തോട്ട കിറ്റിനകത്ത് നമ്മൾ 10 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള ഒരു യൂണിറ്റാണ് ഇതുള്ളത്. അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഈ 10 കണ്ടെയ്നറുകളിലും വെള്ളം നിറഞ്ഞു കിടക്കും. അതിനുശേഷം ഈ അതൊരു ആ തിരി സംവിധാനം അതിലൂടെ നമ്മുടെ ഗ്രോ ബാഗ് എപ്പോഴും നനവുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 10 ദിവസം വീട്ടിലില്ലെങ്കിൽ പോലും ഇത് കൃത്യമായിട്ടുള്ള ആ ഒരു ജലസേചനം ഇതിനകത്ത് നടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിനകത്ത് ചെറിയ രീതിയിൽ നമുക്കൊരു ഇച്ചിരി വളം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ വളവും കൂടെ ഫെർട്ടിഗേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതായത് ജലസേചനത്തിലൂടെ വളം ചെടിക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ വളവും കൂടി കൃത്യമായിട്ട് ആ ഗ്രോ ബാഗിലേക്ക് വരികയും വിളവുണ്ടാകുകയും ചെയ്യും. ചടങ്ങിൽ കൃഷി ഓഫീസർ ഷീല റാണി, നഗരസഭാ കൗൺസിലർമാരായ രാജശേഖരൻ, അശോകൻ, രാധിക ശ്യാം, മോഹനകുമാരി, കൃഷി ഉദ്യോഗസ്ഥരായ മെയ്സൺ മുരളി, സിജി, നിമിഷ, ആശ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,